ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ഈ ചീസിൻ്റെ സ്ലൈസില്ലേ, അതിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. ബർഗർ ഒന്നല്ല, നമ്മുടെ മക്കൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ചീസിൻ്റെ സ്ലൈസ്. കാരണം ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ നല്ല റേറ്റാണ്. കാരണം 5 പീസിനൊക്കെ എങ്ങനെയും ഒരു 90, 100, 110 ആ ഒരു എമൗണ്ടിലേക്കൊക്കെയാണ് വരുന്നത്. നമുക്ക് കുറച്ച് സമയം എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ നല്ലൊരു ചീസിൻ്റെ സ്ലൈസും അതേപോലെ ചീസ് ക്രീമൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണെന്ന്. അപ്പോൾ പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കാരണം നമ്മളുടെ പുതിയ നല്ല വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വീട്ടിൽ എങ്ങനെയാണ് നല്ല അടിപൊളി ക്രീം ചീസ് സ്ലൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു പാക്കറ്റ് പാലിൻ്റെ മെഷർമെൻറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്കാണ് കഴിവതും എടുക്കാൻ ശ്രമിക്കേണ്ടത്. നമ്മൾ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഇതേപോലെ പാല് പിരിഞ്ഞ് കിട്ടും. പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നല്ല രീതിയിലൊരു തിള വരാവുന്ന സമയമാകുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ വിനാഗിരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വലിയ നാരങ്ങയുടെ ഫുൾ ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം ഇതേപോലെ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. എപ്പോഴും അരിപ്പ ഭയങ്കര ചെറിയ ഹോളുകളുള്ള അരപ്പ് തന്നെ എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ക്രീം ഉണ്ടല്ലോ, ആ ഹോളിൽ കൂടെ താഴേലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ അരച്ചെടുക്കണം. എന്ത് ഫുഡാണെങ്കിലും നമുക്ക് കുറച്ച് ക്ഷമയും കാര്യമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അതൊരു ഭാഗത്ത് ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഇത് കണ്ടോ, ജെലാറ്റിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 10 ഗ്രാം ജെലാറ്റിൻ, ഒരു 3-4 ടേബിൾ സ്പൂൺ നോർമൽ ടെമ്പറേച്ചറിലെ പാലാണ്, തിളപ്പിക്കാത്തത്. അത് ഒരു 3-4 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് മെൽറ്റ് ആകാൻ, സോഫ്റ്റ് ആകാൻ വേണ്ടി നമുക്കത് അവിടെ വെച്ചേക്കാം. ഒരു ഗ്ലാസ് പാലിൽ നിന്നാണ് നമ്മളൊരു 3-4 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റി ജെലാറ്റിൻ മിക്സ് ചെയ്ത് വെച്ചത്. ആ ബാക്കിയുള്ള പാലും കൂടി നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ച് ആ പാലിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇനി വേണ്ടത്, നമ്മൾ നേരത്തെ പാല് തിളപ്പിച്ച ആ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയൊരു പീസ് നമ്മളുടെ ബട്ടറും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മുടെ ആ ജെലാറ്റിൻ്റെ ആ മിക്സും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് നമ്മളൊരു സോഫ്റ്റ് ടെക്സ്ചർ, നല്ല ഒരു സ്മൂത്തായിട്ടിരിക്കാൻ വേണ്ടി കിട്ടാനാണ് ചെയ്യുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി എപ്പോഴും ഇടുമ്പോൾ ഒരു പിഞ്ച് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വളരെ കളറ് കൂടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു പിഞ്ച് മാത്രം ഇട്ടാൽ മതി. ഇനി സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് ഇത് തിളപ്പിച്ചൊന്നും എടുക്കണ്ട, നല്ല രീതിയിലൊന്ന് ചൂടായി വരില്ലേ, ആ തിള വരുന്നതിനും തൊട്ട് മുമ്പ് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഇത് പകർത്തിയെടുക്കാവുന്നതാണ്. ഒട്ടും സ്ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തയ്യാറാകുമെന്ന് വിചാരിച്ചാൽ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ ഇത് കട്ട പിടിച്ച് പോകും. കുറച്ച് ക്ഷമയോട് കൂടി തന്നെ ചെയ്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലൈസാണ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു തിള വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫാക്കി വെക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിലേക്ക് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം, കാരണം വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒന്നും ഇല്ലാതെ നന്നായി ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഈ ബട്ടർ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റാനാണ്. നല്ല ചൂടോട് കൂടി തന്നെയാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 പാത്രത്തിലായിട്ട് ഇട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. നിങ്ങളുടെ സ്ക്വയർ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ, അതായത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. എൻ്റെ കയ്യിൽ ഈ റൗണ്ട് ഷേപ്പ് ഉണ്ടായുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അതിനുശേഷം ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഫ്രീസറിൽ ഒരിക്കലും വെക്കരുത്, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചീസ് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കണം. എല്ലാവർക്കും ഉപകാരമായ വീഡിയോ ആണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്, ലവ് യു ഓൾ.